ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഫുഡ് അടിക്കാൻ. കുറെ ദിവസം പുറത്തുനിന്ന് കഴിച്ചിട്ട് അപ്പൊ ഒന്ന് പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. ഓനിപ്പ വരും, അപ്പൊ ഞാൻ റെഡി ആവാണ്. ഫസ്റ്റ് ഒരു ടീഷർട്ട് കംഫോർട്ട് അല്ലാത്തോണ്ട് ഞാൻ മാറ്റിയിട്ട് ഈ ഒരു സൈഡ് ബാഗ് ആണ് ഞാൻ എടുത്തത്. ദെൻ ഞങ്ങൾ പോയി. ആദ്യം ഞങ്ങൾ നെസ്റ്റോ ഹൈപ്പറിക്കാണ് പോയത് ഗൈസ്. ഇതാണ് റോഡിന്റെ അവസ്ഥ. ഈ കാണുന്നത് മഞ്ഞല്ല, നല്ല ഒന്നാന്തര പൊടിയാണ്. കണ്ണാടി ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റാ. ഞങ്ങൾ നെസ്റ്റോയിലെത്തി ഐസ്ക്രീം ഒക്കെ കഴിച്ചു. കുറെ എന്താ പറയാ അരി പഞ്ചസാര ഒക്കെ മേടിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ ഇവിടെയാണ് എപ്പോഴും സാധനം മേടിക്കാൻ വരെ, കാരണം 5 minutes ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. പിന്നെ ഞങ്ങൾ നേരെ ക്യാഷ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയി. എല്ലാ പണിയും ഒഴിവാക്കി നേരെ ഫുഡ് അടിക്കാൻ പോയത് ബിനി ഹെറിറ്റേജിക്കാണ്. ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് ഇവിടുത്തെ ആംബിയൻസ്. പക്ഷെ ഇവിടെ ഞാൻ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം എന്റെ ഫുഡ് വന്നു. ഫുഡ് ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്യുന്ന ഒക്കെ വൻ ഫ്ലോപ്പ് ആയി. എന്റെ ചൂസിങ്ങിന്റെ പ്രശ്നമാവും. പക്ഷെ ഞാൻ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന്റെ ഫുഡ് വന്നില്ല. പക്ഷെ ഗൈസ് അവന്റെ ഫുഡ് ബീഫ് കഴി പൊറോട്ട ആയിരുന്നു കേട്ടോ. ഓപ്പൺ ആക്കിയപ്പോ തന്നെ എന്റെ ഗൈസ് അതിന്റെ ഒരു സ്മെൽ, അവന്റെ റിയാക്ഷൻ കേട്ടോ. ഞാൻ അതിൽ നിന്ന് കയറ്റു വാരിയപ്പോ ഞാൻ നല്ല കയറ്റു വാരി. ആൻഡ് ഗൈസ് എന്റെ ഫുഡ് ഞാൻ ബാക്കി വെച്ചു. പിന്നെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചു. കുറെ നേരം അവിടെ അതും ഇതൊക്കെ നോക്കി ഐസ്ക്രീം ഒക്കെ എത്തുന്ന വർത്താനൊക്കെ പറഞ്ഞ് നിന്നു. അവൻ നോക്കണം എന്തെന്നറിയോ, ആ മരം ഒറിജിനൽ ആണോ അല്ലെന്ന്. ഗൈസ് അത്രയും ഒറിജിനാലിറ്റി അതിനുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. 2 മണി വരെയാണ് കേട്ടോ ഇതിന്റെ ക്ലോസിംഗ് ടൈം. ദെൻ രണ്ടാമതൊരു 10-15 മിനിറ്റും കൂടെ ഉള്ളൂ. കുറച്ചു നേരം അവിടെ ഇരുന്നു. പിന്നെ നേരെ വീട്ടിലേക്ക് ചെന്നു കേട്ടോ. വെള്ളമൊക്കെ എടുത്ത് വേഗം പോയി കിടന്നു തുടങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ.